ഇടുക്കി കട്ടപ്പനയിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സാബുവിന്റെ പണം സൊസൈറ്റി തിരികെ നൽകി. സാബു നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം രൂപയാണ് തിരികെ നൽകിയത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണിയുണ്ട്. ബിനീഷ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിന് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ പണം ബാങ്ക് അധികൃതർ തിരികെ നൽകിയത്. വീട്ടിലെത്തിയാണ് ബാങ്ക് അധികൃതർ തിരികെ നൽകിയത്. 14,59,940 രൂപ ആണ് തിരികെ നൽകിയത്. ഈ നിക്ഷേപകൻ സാബു 14 ലക്ഷം രൂപയാണ് സാബുവിന് തിരികെ നൽകാനുണ്ടായിരുന്നെന്ന് ബാങ്കിന്റെ ഒരു വിശദീകരണം ഉണ്ടായി. ഏതായാലും പലിശയടക്കം 14,59,940 രൂപയാണ് തിരികെ നൽകിയത്. വളരെ ഖേദകരമായ ഒരു കാര്യം കൂടി. കാരണം ഈ നിക്ഷേപകൻ പലതവണ ഈ പൈസയ്ക്ക് വേണ്ടിയാണ് പലതവണ ബാങ്കിൽ പോകേണ്ടി വന്നതും പിന്നീട് ഈ ജീവനക്കാരുടെ ഒരു പെരുമാറ്റം ഇദ്ദേഹത്തിന് വലിയൊരു മാനസിക പ്രശ്നം തന്നെ ഉണ്ടാക്കിയത്. ഏതായാലും വലിയൊരു സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടി തന്നെയാണ്. പലതവണ സാബുവും അതോടൊപ്പം തന്നെ മേരിക്കുട്ടിയും പലതവണ ഈ പൈസയ്ക്കായി ബാങ്കിൽ പലതവണ കയറി ഇറങ്ങിയത്. എന്നാൽ ഈ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് അപമര്യാദമായ സംസാരം തന്നെയാണ് കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് സാബുവിന്റെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായി എഴുതിയിരുന്നത് ഈ ബാങ്കിലെ 3 ജീവനക്കാരാണ് തന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് ആത്മഹത്യക്കുറിപ്പിൽ വരെ എഴുതി ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഏതായാലും കഴിഞ്ഞ ദിവസം മേരിക്കുട്ടി എല്ലാം തന്നെ പ്രതികരിച്ചത് ബാങ്കിൽ പലതവണ പോകേണ്ടി വന്നതും തങ്ങൾ നിക്ഷേപിച്ച പണം ചോദിക്കുമ്പോൾ തന്നെ തങ്ങളോട് അപമര്യാദയെ പെരുമാറുന്നു എന്നുള്ളത് തന്നെ ഈ മേരിക്കുട്ടി അടക്കം ആരോപിച്ചിരുന്നു. തുടർന്ന് ഈ സാബു ഇത്തരത്തിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം തന്നെ ഇടുക്കി ജില്ലാ CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി VR സജിയും ഫോണിൽ ഭീഷണി മുഴക്കി. ഇതെല്ലാം തന്നെയായിരിക്കും ഈ മാനസിക വിഷമം ഉണ്ടാക്കി അദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഏതായാലും ഒരു ജീവൻ പൊലിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പൈസ അവർക്ക് തിരികെ നൽകിയിരിക്കുന്നതാണ് ഒരു വളരെ ഒരു സങ്കടകരമായ കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഏതായാലും ഇതിനു മുൻപ് ഈ പണം നൽകിയിരുന്നെങ്കിൽ സാബു ഇത്തരത്തിലേക്ക് ആത്മഹത്യയിലേക്ക് പോകില്ല. ഭാര്യയുടെ ചികിത്സയെ സംബന്ധിച്ചാണ് ഈ സാബു ഇത്തരത്തിൽ ബാങ്കിൽ ഈ പണം താൻ നിക്ഷേപിച്ച പണം ഈ ചികിത്സാ ആവശ്യത്തിനുമായി ചോദിച്ചു ചെന്നത്. എന്നാൽ ഇത്തരത്തിലൊരു അപമര്യാദ അല്ലെങ്കിൽ ബാങ്ക് ജീവനക്കാരുടെ ഒരു പെരുമാറ്റത്തിൽ മനംകൊണ്ടാണ് ഒരു ജീവൻ പൊലിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ ബാങ്ക് ജീവനക്കാർ ഈ കഴിഞ്ഞ ദിവസത്തോടെ ഈ പണം തിരികെ നൽകിയിരിക്കുന്നത്. ആതിര. ശരി ബിനീഷ്.